യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കിടന്ന കള്ളൻ എങ്ങനെയാണ് മരണത്തെ ഭയപ്പെടാതിരുന്നത്? മറ്റേ കള്ളൻ പേടിച്ചുപോയി, എല്ലാവരും പേടിച്ചു. പക്ഷേ ഒരു കള്ളൻ, അവൻ ആദ്യം മത്തായിയുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് അവൻ കർത്താവിനെ ദുഷിച്ചുകൊണ്ടിരുന്ന കള്ളനായിരുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം വന്നപ്പോഴേക്കും അവൻ മാനസാന്തരപ്പെട്ടു. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാനസാന്തരപ്പെടുകയും അതിഭയങ്കരമായ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തയാളാണ് ആ കള്ളൻ. ആ കള്ളൻ ശരിക്കും മരണഭയം എടുത്തു കളഞ്ഞു. പുള്ളിയുടെ ഉള്ളിൽ നിന്ന് മരണഭയം ഇല്ലായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ മരണയോഗ്യനാണ്, ഞാൻ മരിച്ചോളാം. കർത്താവിന്റെ വേണം ചോദിക്കാറ്. ഞാനാണ് ചോദിച്ചത്, കർത്താവെ എന്നെ ഒന്ന് ഇറക്കി വിടണേ, ഞാൻ ഈ യെരുശലേമിലൂടെ എല്ലാം നിന്റെ ട്രാക്കുമായിട്ട് നടന്നോളാം. ഇനി ഞാൻ ഒരിക്കലും ഒരു വൃത്തികേടും കാണിക്കില്ല, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം. എന്റെ പ്രാണനെ ഒന്ന് ഇറക്കി തന്ന അവസാനത്തെ അടയാളമായിട്ട് നീ ഒന്ന് ചെയ്തു. നീ എന്നിട്ട് മരിച്ചാലും കുഴപ്പമില്ല, എന്റെ കാര്യം ഒന്ന് രക്ഷപ്പെടുത്തിയിട്ട് പോകും. എത്ര അത്ഭുതം നീ ചെയ്തതാ എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഈ മനുഷ്യൻ എന്താ പറഞ്ഞാലും, ഞാൻ മരിക്കാൻ യോഗ്യനാ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പം എന്നെ ഓർത്താൽ മതി. 3 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല കർത്താവ് രാജത്വം പ്രാപിച്ചു വരുന്നു. ഒരു സുവിശേഷം കേൾക്കാതെ ഈ 3 മണിക്കൂർ സൈഡിൽ കിടന്ന കള്ളം പറയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്താൽ മതി, അതുകൊണ്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല. കാരണം എന്നെ ക്രൂശിൽ ഇറക്കി വിട്ടാലും ഞാൻ പിന്നെയും പാപിയായിട്ട് ജീവിക്കുള്ളൂ. നിന്റെ കൂടെ മരിക്കുന്നതാണ് എനിക്ക് ലാഭം. നിന്റെ കൂടെ മരിച്ചു കഴിഞ്ഞാൽ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എനിക്കും വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നീ എന്നെ വെറുതെ, നിന്നോട് മരിച്ചു കഴിഞ്ഞാൽ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എനിക്കും വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാത്രം എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നീ എന്നെ വെറുതെ വിട്ടാലും ഞാൻ പിന്നെയും ഈ ജെറുസലേമിലൂടെ നടന്ന് പിന്നെ ഇതേ സ്വഭാവം കാണിക്കും. കാരണം എന്റെ സ്വഭാവം ഇത് തന്നെയാണ്, അത് മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഏറ്റവും നല്ല വഴി എന്താ? കർത്താവിന്റെ കൂടെ മരിക്കുക. അപ്പൊ അവന്റെ ആ അനുസരണവും സ്നേഹവും എന്തിനാൽ തെളിയിക്കപ്പെട്ടു? മരിക്കാനുള്ളവന്റെ തയ്യാറെടുപ്പിനാലാണ് തെളിയിക്കപ്പെട്ടത്. ഇപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് മരണഭയത്തെ തോൽപ്പിക്കുന്ന വിശ്വാസമാണ്. എവിടെയെങ്കിലും ഒരു ശവപ്പെട്ടി കണ്ടു എന്ന് പ്രവാചകൻ പറയുമ്പോഴേക്കും, അയ്യോ എന്റെ ശവപ്പെട്ടി എടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞ് നിലവിളിക്കല്ല, കർത്താവിന്റെ അടുത്ത് പോകാനുള്ള വണ്ടി വന്നു, സ്തോത്രം എന്ന് പറയാ വേണ്ടത്. അപ്പൊ പിന്നെ പ്രവാചകന്മാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. നമ്മൾ പേടിച്ചു പോയാലേ അവർ പറയും 3 ദിവസം ഉപവാസപ്രാർത്ഥന വിടുതൽ എടുക്കണം എന്ന് പറയും. നമ്മൾ ഉപവാസപ്രാർത്ഥന വിടുതൽ എന്ന് പറയാൻ നേരെ ഇവിടെ നിന്ന് പോകുന്നതാണ് ശരിക്കുള്ള വിടുതൽ, അല്ലെ? ഏതാ വിടുതൽ? അത് വിടുതലായിട്ട് നമുക്ക് തോന്നുന്നില്ലല്ലേ? നമ്മുടെ വിടുതൽ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം. അപ്പൊ ഏതായാലും ഈ മരണം എന്നുള്ള വിഷയം നമ്മൾ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ശരിക്കും നമ്മൾ ഈ ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും കർത്താവിന്റെ അടുത്തോട്ട് പോവുകയും ചെയ്യുന്നതാണ് ശരിക്കുള്ള വിടുതൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളായിട്ട് പോകരുത്, കർത്താവ് തന്നെ കൊണ്ടുപോകണം. ഓക്കെ, ഈ എങ്ങനെ നല്ല രീതിയിൽ മാന്യമായി മരിക്കാം എന്നുള്ള വിഷയം നമ്മൾ ഇപ്പൊ ഒത്തിരി കഴിയുമ്പോൾ മുമ്പോട്ട് വരും. ഏത് മരണമാണ് മാന്യമായ മരണം? പലതരത്തിലുള്ള മരണങ്ങളുണ്ടല്ലോ. അപ്പൊ ഏത് രീതിയിലുള്ള അൺടിൽ ഡെത്ത് നമ്മൾ എന്തുമാത്രം സ്നേഹിക്കണം, മരണം വരെ. അപ്പൊ പുതിയ നിയമം എന്ന് പറയുന്നത് എന്താ? ഒരാളെ തല്ലിക്കൊല്ലുന്നവരെ ഞാൻ സ്നേഹിക്കണം. ഞാൻ അവൻ എന്തുമാത്രം സ്നേഹിച്ചതെന്ന് അറിയാമോ? എന്നാൽ അവൻ എനിക്കിട്ട് പാര വെച്ച് ഇനി ഞാൻ അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചേ പറ്റുള്ളൂ, അല്ലെ? നിങ്ങൾ മരിക്കണം. ഒരു കരുണയുടെ സ്വിച്ച് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സ്വിച്ച് ഓണായി കിടന്നാൽ അത് ഓണായി കിടക്കണം, അത് ഓഫ് ചെയ്യാൻ പറ്റരുത്. ഫെവിക്കിക്ക് വെച്ച് ഒട്ടിച്ചു വെക്കണം. ഏതാ? അപ്പൊ എന്റെ ക്ഷമയുടെ സ്വിച്ച് ഓഫ് ആവുന്നില്ല. അപ്പൊ അയാൾ ഇത്രയും കാണിച്ചിട്ടും ഇല്ല, എന്റെ ക്ഷമയുടെ സ്വിച്ച് ഓഫ് ആവുന്നില്ല. കാരണം ഞാനല്ല, ജീവിക്കുന്ന ആരാ? ക്രിസ്തുവാ. അപ്പൊ മരണം എന്ന് വന്നാൽ മാത്രമേ, മരണം കൊണ്ട് മാത്രമേ നമ്മുടെ നീതിയെ അഴിക്കാൻ പറ്റുള്ളൂ. അതാണ് കർത്താവ് നമുക്ക് തരുന്ന ജീവൻ. അത് മരണഭയത്തെ നമുക്ക് എടുത്തു കളയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം.